സോളിറ്റ്യൂഡ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? ഒരു ഒറ്റപ്പെടൽ നമ്മളെ എനർജി ലെവൽ മാറുമ്പോൾ നമ്മൾ ശരിക്കും ഒറ്റപ്പെടും. യൂണിവേഴ്സ് നമ്മളെ ഒറ്റപ്പെടുത്തും. അതെന്തിനു വേണ്ടിയാണ് യൂണിവേഴ്സ് നമ്മളെ ഒറ്റപ്പെടുത്തുന്നത്? നമ്മുടെ അടുത്ത് വരുന്ന ഫ്രണ്ട്സിനൊക്കെ നമ്മളെ ഇറിറ്റേറ്റഡ് ആയിട്ട് തോന്നും, അല്ലെങ്കിൽ നമുക്ക് അവർ ഇറിറ്റേറ്റഡ് ആയിട്ട് തോന്നും. അവർ നമ്മുടെ അടുത്ത് കഥകളൊക്കെ പറയാൻ വരും, പക്ഷെ നമുക്കത് കേൾക്കാനൊന്നും തോന്നില്ല. നമ്മൾ വല്ലാതെ ഡ്രെയിൻ ഔട്ട് ആവുന്ന ഫീല്. നമ്മുടെ പാരൻസ് നമ്മളുമായിട്ട് എനർജി മാച്ച് ആവാത്തതുകൊണ്ട് തന്നെ അവർക്കൊരു ഇഷ്ടക്കുറവ് നമ്മളോട് വരും, ഒരു വഴക്ക്, അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ്, അങ്ങനെ വഴക്കുകൾ, കോൺഫ്ലിക്ട്സ് അവിടെ രൂപപ്പെടും. കാരണം നമ്മളൊരു സോളിറ്റ്യൂഡ് മോഡിലോട്ട് യൂണിവേഴ്സ് നമ്മളെ കടത്തിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ ഇവരൊക്കെ ഒരു നെഗറ്റീവ് ഇതിൽ ഒരു വില്ലന്മാരായാൽ മാത്രമേ നമുക്കൊരു സോളിറ്റ്യൂഡ് മോഡ് കിട്ടുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി യൂണിവേഴ്സ് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും നമ്മളിങ്ങനെ ഒരു സോളിറ്റ്യൂഡ് മോഡിലോട്ട് ഇങ്ങനെ എത്തിക്കാനായിട്ട്. ആ സോളിറ്റ്യൂഡ് മോഡിലോട്ട് നമ്മൾ എത്തുമ്പോൾ നമുക്കൊരു ഫീൽ ചെയ്യൂ, ഞാൻ ഒറ്റപ്പെട്ടു പോയി, അപ്പോൾ എനിക്കിനി പ്രപഞ്ചം മാത്രമേ ഉള്ളൂ ഒരു തോന്നൽ വരും. സ്വാഭാവികമായും നമ്മൾ മെഡിറ്റേഷൻ ചെയ്യും. മെഡിറ്റേഷൻ ചെയ്ത് നമ്മൾ യൂണിവേഴ്സുമായിട്ട് അലൈൻഡാവുന്ന സമയത്ത് നമുക്ക് ഒരു പീസ്ഫുൾ അല്ലേ, നമ്മൾ മൊത്തത്തിലൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീലായിരിക്കും അല്ലേ. പിന്നെ നമുക്ക് നമ്മുടെ മൈൻഡ് വോയിസ് നമുക്ക് കേൾക്കാൻ പറ്റും, ഒരു ഇന്നർ വോയിസ്, ഒരു സിക്സ്ത് സെൻസ് എന്ന് പറയുന്ന കാര്യമൊക്കെ നമുക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റും. നമ്മൾ അവയർനെസ് കൂടും, നമ്മുടെ ബോധതലം ഉണരും അല്ലേ. മുമ്പ് ചിന്തിച്ചിരുന്ന, അല്ലെങ്കിൽ മുമ്പ് ആൾക്കാർ നമ്മുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചിരുന്ന രീതിയിലായിരിക്കില്ല പിന്നെ നമ്മൾക്ക് കേൾക്കുന്നത്. ഈ ആൾക്കാരൊക്കെ പക്വതയില്ലാതെ സംസാരിക്കുന്നതെന്ന്. അതായത് നമ്മുടെ ബോധതലം വലുതായി, അവർ നിന്നെടുത്ത് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് തോന്നും, ഇവരെന്താ കൊച്ചു പിള്ളേരെ പോലെ വഴക്കൂടുന്നത്. നമുക്ക് പണ്ട് അവരുടെ സംഭവങ്ങൾ വലുതായിരുന്നു, പക്ഷേ ഇന്ന് നമ്മളൊരു സൂപ്പർ കോൺഷ്യസ് മൈൻഡിലൂടെ നമ്മൾ വന്നതുകൊണ്ട് തന്നെ, നമ്മുടെ ബോധതലം ഉണർന്നത് കൊണ്ട് തന്നെ, നമ്മുടെ അവയർനെസ് കൂടിയത് കൊണ്ട് തന്നെ നമുക്കിതൊക്കെ വളരെ സിമ്പിളായിട്ട് തോന്നും. അതായത് നമ്മൾ യൂണിവേഴ്സായിട്ട് അലൈൻഡായി കഴിഞ്ഞു, നമ്മുടെ ഇന്നർ വോയിസ് നമ്മൾ കേൾക്കുന്നു, നമ്മുടെ സിക്സ്ത് സെൻസ് നമുക്ക് ഇമ്പ്രൂവ് ആയി, മൊത്തത്തിൽ നമുക്കൊരു പീസ്ഫുൾ ഫീൽ. പിന്നെ നമ്മളെല്ലാം നമ്മൾ ഇടപെടുന്നതിന് പകരം നമ്മളൊരു വിറ്റ്നസ് സ്റ്റേജിലോട്ട്, എല്ലാം ഇങ്ങനെ നോക്കി നിന്ന് കാണുന്നൊരു സ്റ്റേജിലോട്ട് നമ്മളെത്തും.